Good morning, all. ഗുഡ് മോർണിംഗ്. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് ഇന്ദിര മാം ആണ്. മാമിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അറിയാം. മാമിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? യെസ് കേൾക്കുന്നുണ്ട്. ഓരോ മാസവും സ്ഥിരം സാന്നിധ്യമാണ്. ഒരു മാസം വിചാരിക്കും വേണ്ട, ഈ ഒരു പ്രാവശ്യം സെഷൻ വേണ്ട വെച്ചാലാണ്. പക്ഷേ നമ്മളെ പിൻപിള ഒരു ചുഴിയാണെന്ന് എപ്പോഴും ഞാൻ പറയാറില്ല. നമ്മളതിൽ അകപ്പെട്ടു പോയാൽ നമ്മൾക്ക് അവിടുന്ന് പിന്തിരിഞ്ഞ് പോരാൻ കുറച്ച് പ്രയാസമാണ് അല്ലെ. നല്ലൊരു പ്രയാസം തന്നെയാണ്. കാരണം അത്രയും ബെനിഫിറ്റുകളാണ് നമ്മൾക്ക് ഈ ഒരു ചുഴിയിൽ നിന്നും കിട്ടുന്നത് എന്നുള്ളതാണ്. അത് നമ്മളുടെ കരിയറിലാവട്ടെ, നമ്മളുടെ ലൈഫിലാവട്ടെ, എല്ലാം നമുക്ക് പുതിയ പുതിയ മാറ്റത്തിന് എന്താ പറയാ, മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. സോ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒരിക്കൽ കൂടി നിങ്ങളെവരെയും ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? സുഖാണോ? എങ്ങനെ പോകുന്നു ജോബ് കാര്യങ്ങളൊക്കെ? എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. എല്ലാം താങ്ക് ഭംഗിയായിട്ട്. യു. സന്തോഷം കേട്ടതില്. എല്ലാവരുടെയും അങ്ങനെ തന്നെയാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് കൂടുതൽ സുഖവിവരങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു സമയപരിമിതി ആണല്ലേ, അല്ല ഉള്ളതല്ലേ. സോ ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു കാരണമുണ്ട്. ആരെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സുഖവിവരം അന്വേഷിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ? എന്നോട് ആരെങ്കിലും ഒരു സുഖവിവരം അന്വേഷിച്ചിരുന്നെങ്കിൽ എല്ലാവരും എല്ലായ്പ്പോഴും ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് നൈറ്റും ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ജോലിയുടെ ഓരോ ഭാരങ്ങള്, ജോലിയുടെ പുതിയ പുതിയ മാറ്റങ്ങൾ എന്താണ്, തന്റെ ക്ലിനിക്കില് അല്ലെങ്കിൽ തന്റെ കരിയറിൽ എന്ത് മാറ്റങ്ങളാണ് പുതിയത് വരേണ്ടത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് പലപ്പോഴും പലരും അല്ലെ. അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ അതിൽ തന്നെയാണ്. ഒരിക്കലെങ്കിലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ നീ ഹാപ്പി ആണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ, അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ കുറയ്ക്കാറാണ് അല്ലെ. സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. ഞാൻ അടുത്തിങ്ങനെ ആലോചിച്ചു, മുന്നേ ഒക്കെ നമ്മളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകാറുണ്ടല്ലേ. നമ്മൾ പലതും മതിമറന്നിട്ട് സംസാരിച്ച കാര്യങ്ങളുണ്ട്. പോകെ പോകെ നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ചുരുങ്ങി നമ്മളിലേക്ക് തന്നെ ഒന്ന് ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതമാണ് അല്ലെ. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ഒരു തത്രപ്പാടിലാണ് നമ്മൾ പോകുന്നത് അല്ലെ. അപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴാണ് അവസാനമായിട്ട് സ്വയം ചിരിച്ചത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഒന്ന് മഴ നനയണമെന്ന് ആഗ്രഹിച്ചത് എപ്പോഴാണ്? അതുമില്ലെങ്കിൽ ഒരു തേൻമിഠായി കഴിച്ചതും ഒരു പുളിമിഠായി കഴിച്ചതും അപ്പൂപ്പൻ താടിയെ കാറ്റിൽ പറത്തിയതൊക്കെ അവസാനമായിട്ട് എപ്പോഴാണ്? ആരെങ്കിലും ഒരാളൊരു റിപ്ലൈ തരുമോ? ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ സമയം കണ്ടെത്തിയത് എപ്പോഴാണ്? യെസ്. ഇരിക്കാറുണ്ട്, ഇരിക്കാറുണ്ട്. സന്തോഷം അനുഭവിക്കാറുണ്ട്. തീർച്ചയായിട്ടും ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും അതില് ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. യെസ്, താങ്ക് യു സൂസൻ മാം, താങ്ക് യു. യെസ്, നമ്മള് പലപ്പോഴും നമ്മൾ ഓരോരുത്തർക്കും അറിയാം അല്ലെ, ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. കാരണം എന്തുകൊണ്ടാ? അത് നമ്മൾ അത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് നമ്മളുടെ കുട്ടിക്കാലത്ത് ചെയ്ത ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ അത്രയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും
ഇപ്പൊ കുറെയൊക്കെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഇപ്പൊ സ്വയം ഒന്ന് മനസ്സിലാക്കാനും സ്വയം ഒന്ന് സന്തോഷം കണ്ടെത്താനും അതിനുള്ളൊരു സമയം ഇപ്പൊ പലപ്പോഴും എല്ലാവരും കണ്ടെത്തുന്നു എന്നുള്ളത് വേറൊരു സത്യം തന്നെയാണ്. എങ്കിൽ കൂടി അതിന് മാറ്റങ്ങൾ വരാത്ത ഒരുപാട് ആളുകളുണ്ട്, അല്ലെ? അപ്പോ ഇതെല്ലാം നമ്മളുടെ ഉള്ളിലെ ഒരു കുഞ്ഞ് ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നുള്ളതാണ്, അല്ലെ? ആ ഒരു കുഞ്ഞ് നമ്മളുടെ ഉള്ളില് ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഫീലിങ്സ്, അന്നത്തെ അതേ ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും അത് ചെയ്യുമ്പോൾ കിട്ടുന്നത്, അല്ലെ? അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ്. നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഞങ്ങളെ പണ്ടത്തെ പുളിമുട്ടായി ഒന്നല്ല, അത് എന്ത് രസമായിരുന്നു. ഞങ്ങളെ പണ്ടത്തെ തേൻമുട്ടായി ഒന്നല്ല, അത് എന്ത് രസമായിരുന്നു, അല്ലെ? അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അന്ന് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നടന്നു പോകുമ്പോൾ ചളി തെറിപ്പിച്ച് പോകുന്നു, അന്നൊക്കെ എന്ത് രസമായിരുന്നു, അല്ലെ? നമ്മൾ അങ്ങനത്തെ സംസാരങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികളോടോ നമ്മൾ എന്താ പറയുന്നത്? വേഗം അകത്തേക്ക് കയറുക എന്നുള്ളതാണ്, അല്ലെ? യെസ്. അപ്പോ ഇത്തരത്തിലുള്ള അനുഭവങ്ങള് നമ്മൾക്ക് അത് നമ്മളെ നന്നായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞു കുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ആണ്. യെസ്. ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ദ ചൈൽഡ് വിത്തിൻ അസ്. ഇന്നത്തെ ഈ ഒരു സെഷൻ മനോഹരമാക്കാൻ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ പാർട്ടിസിപ്പന്റ് ആണ് എന്നെ കൂടുതൽ സെഷൻസ്, ഇന്നത്തെ ഒരു സെഷൻ മനോഹരമാക്കാൻ സഹായിക്കുക. കാരണം ഇത് നമ്മളുടെ ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾക്ക് കടന്നു പോകാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അങ്ങനെ തന്നെയാവട്ടെ. ഓക്കെ. ഇനി നമ്മൾ വളരുന്നുണ്ട്, പ്രായം കൂടുന്നുണ്ട്, ഉത്തരവാദിത്തങ്ങളും കൂടുന്നു. പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞ്, സ്നേഹം തേടുന്ന, അംഗീകാരം ആഗ്രഹിക്കുന്ന, അതോടൊപ്പം തന്നെ പേടിക്കുന്ന ആ ഒരു കുഞ്ഞ് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നില്ല എന്നുള്ളതാണ്, അല്ലെ? ഇനി എന്താണ് ചൈൽഡ് വിത്തിൻ അസ്? എന്തായിരിക്കാം? നമ്മളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും സങ്കടങ്ങളും വികാരങ്ങളും അതോടൊപ്പം തന്നെ അനുഭവങ്ങളും നിറവേറ്റപ്പെടാത്ത ആഗ്രഹങ്ങളും ഒക്കെ, ഇതിന്റെ എല്ലാം കൂടി ഒരു പ്രതിഫലനമാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ആരെങ്കിലും നമ്മളെ പ്രശംസിക്കുമ്പോൾ നമുക്ക് അതിയായ സന്തോഷം വരാറുണ്ട്. ആരെങ്കിലും നമ്മളെ അവഗണിക്കപ്പെടുന്ന സമയത്ത് നമ്മൾക്ക് ഏറെ സങ്കടം തോന്നാറുണ്ട്, അല്ലെ? പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ആവേശം തോന്നാറുണ്ട്, ഇല്ലേ? ഒരു അച്ഛൻ തൻ്റെ മകളുമായിട്ട് പാർക്കിൽ പോവാണ്. അപ്പോൾ പാർക്കിൽ പോകുന്ന സമയത്ത് ആ മോള്, നല്ല ഭംഗിയുള്ള പാർക്കാണ്, നല്ല സൗകര്യങ്ങളും ആ കുട്ടിക്ക് ആവോളം ആസ്വദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ആ അച്ഛൻ ആസ്വദിക്കാനുള്ള ഓരോ കാര്യങ്ങളും അവിടെയുണ്ട്. അപ്പൊ ആ മോള് അവിടെയുള്ള പൂക്കളെയും പൂമ്പാറ്റകളെയും അതോടൊപ്പം തന്നെ ആ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളിലും അവള് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൾ ഇടയ്ക്ക് അവളുടെ അച്ഛനെ നോക്കുന്ന സമയത്ത് അച്ഛൻ ആ ഫോണില് കണ്ണുനട്ടിരിക്കുക, തന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തോ ചെയ്യുകയാണെന്നാണ് ആ മോൾക്ക് തോന്നിയത്. അതൊക്കെ കഴിഞ്ഞ് അവര് തിരിച്ച് ആ പാർക്കിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, അച്ഛൻ എന്നാ കുഞ്ഞാവുന്നത്? അപ്പൊ പെട്ടെന്ന് അയാള് കണ്ണെടുത്തുകൊണ്ട് മോളെ ഒന്ന് നോക്കി. ആ ഒരു ചോദ്യം അയാൾ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പുഞ്ചിരി പാസ്സാക്കി കൊടുത്തിട്ട് അവര് നടന്നുപോയി. ഈ ഒരു ചോദ്യം നമ്മൾക്ക് നമ്മളോട് തന്നെ ചോദിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ എന്താണ് ഇനി കുഞ്ഞാവുക? ആവോ? ആവാൻ സാധിക്കും? നമ്മൾ നമ്മളുടെ ജീവിതം ജീവിക്കുകയാണോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള നിറവേറ്റുകയാണോ എന്നുള്ള ഈ ഒരു കാര്യം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു, അല്ലെ? ഇനി നമ്മളുടെ കുട്ടിക്കാല അനുഭവങ്ങൾ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? കുട്ടിക്കാലത്ത് നമുക്കറിയാം, നമുക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹം, അംഗീകാരങ്ങള്, പ്രോത്സാഹനങ്ങള്, സുരക്ഷിതത്വം, ഇവയെല്ലാം നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഒരു ആത്മവിശ്വാസം തന്നിട്ടുണ്ട്, അല്ലെ?
ഇല്ലേ? ആരെങ്കിലും നമ്മളെ ഒന്ന് പരിഗണിക്കപ്പെടുമ്പോൾ, ആരെങ്കിലും നമ്മൾക്കൊരു ഒരു സമ്മാനപ്പൊതി ചെറുതാവട്ടെ, നമുക്ക് ഓരോരുത്തർക്കും അതൊരു വലിയൊരു സന്തോഷമാണ്. അല്ലെ? നമുക്ക് കിട്ടിയിട്ടുള്ള കെയർ അത് വീട്ടിന്റെ അകത്ത് നിന്നായാലും നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നായാലും ആരെങ്കിലും നമ്മളോട് ഒരു സ്നേഹത്തോടെ പെരുമാറുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അല്ലെ? പക്ഷേ ഇ- ഇതൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളത് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മള് ഒരു കുട്ടിയോട് നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും പറയാൻ വിചാരിക്കാം. നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ആ കുട്ടി വലുതാകുമ്പോൾ ഞാൻ അത്ര പോരാ, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലാണ് ആ വളർന്നു വന്ന ആ കുട്ടിയിൽ ഉണ്ടായി വരിക. പക്ഷേ ഒരാളെങ്കിലും നിനക്കത് ചെയ്യാൻ കഴിയും എന്ന് പറയുകയാണെങ്കിലും അവിടെ എന്തായിരിക്കും? അത് അവന്റെ ഒരു ആത്മവിശ്വാസത്തെ ആ ഉണർത്തിയാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ആത്മവിശ്വാസം ചിലപ്പോ ആ ഒരു സ്പാർക്ക് അത് അവന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുമെന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടിക്കാല അനുഭവങ്ങള് നമ്മളുടെ ബന്ധങ്ങളിലും തീരുമാനങ്ങളിലും നമ്മളുടെ സ്വപ്നങ്ങളിലും ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം. ഇനി നമ്മളുടെ ഉള്ളിലെ കുഞ്ഞിനെ നമുക്ക് എങ്ങനെയാണ് പരിപാലിക്കാൻ സാധിക്കുക? എങ്ങനെയായിരിക്കാം? സ്വയം ഒന്ന് കേൾക്കുക, അല്ലെ? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കേട്ടിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റാൻ പോകുമ്പോൾ പലപ്പോഴും നമുക്കറിയാം നമ്മൾ കേൾക്കണം, നമ്മൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്, പ്രയാസം കിടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മൾ അതിനെ വകവെക്കാതെ അതവിടെ കിടക്കട്ടെ, അത് പിന്നെ ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ മുന്നോട്ടേക്ക് യാത്ര സഞ്ചരിക്കുകയാണ്. അല്ലെ? സത്യമല്ലേ ഇത്? കാരണം നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ഇതിനിവിടെ സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കാന് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഉത്തരവാദിത്തത്തിന് മാക്സിമം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ സ്വയം മനസ്സിലാക്കാന് സ്വയം തിരിച്ചറിയാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുക അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് സത്യമായ ഒരു കാര്യം. സോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കേൾക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ സന്തോഷങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തുക. സുസൻ മാം പറഞ്ഞു, മാം ഇപ്പോ കൂടുതലായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്, ചെയ്യാറുണ്ട് എന്ന്. അല്ലെ? യെസ്, അത് തന്നെയാണ് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്നതും അത് തന്നെയാണ്. പലർക്കും യാത്രകൾ ഇഷ്ടപ്പെടാം. അങ്ങനെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവുക. അത് ഫ്രണ്ട്സിന്റെ കൂടെ ആവട്ടെ, ഒറ്റയ്ക്ക് ആവട്ടെ, ഫാമിലിയുടെ കൂടെ ആവട്ടെ, നമ്മളുടേതായിട്ടുള്ള ഒരു സമയം നമ്മൾ അവിടെ കണ്ടെത്തുക എന്നത്. അതോടൊപ്പം തന്നെ വായന ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും. വായന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബുക്സുകളൊക്കെ കണ്ടെത്തി വായന ചെയ്യുക എന്നുള്ളതാണ്. ഇനി പലർക്കും ഡ്രോയിങ്, ആർട്ട്, കളറിങ്, പെയിന്റിങ്, പിന്നെ അതോടൊപ്പം തന്നെ ക്രാഫ്റ്റ് വർക്കുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുണ്ട്. അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഈ ഒരു ബിസി ലൈഫിൽ നമ്മൾ തന്നെ മറന്നുപോയ കാര്യങ്ങളാവാം. അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, പൊടി തട്ടിയെടുക്കാം. ഇനി എല്ലാവരും പെർഫെക്റ്റ് ആണോ? എല്ലാവരും ചെയ്യുന്നത് ശരികൾ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ എല്ലാം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? അല്ല അല്ലെ? പലപ്പോഴും നമുക്ക് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. സോ നമ്മൾ ഈ തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ സ്വയം കുറ്റപ്പെടുത്താതെ ആ ഓരോ തെറ്റിൽ നിന്നും നമുക്ക് ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും. അല്ലെ? ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ വീട്ടിലുള്ള കുട്ടികള്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികള്, അവരുമായിട്ട് സമയം ചിലവഴിക്കുക. അങ്ങനെ സമയം ചിലവഴിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആ ഒരു കുട്ടിത്തത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അവരിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാം,
ആ ഒരു അനുഭവങ്ങൾ നമ്മൾ മുന്നേ അനുഭവിച്ചിരുന്ന ആ ഒരു അനുഭവങ്ങൾ നമ്മൾക്ക് വീണ്ടും കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ. അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകള് നമ്മൾ വികാരങ്ങള് പ്രകടിപ്പിക്കാൻ നമ്മൾ ഒത്തിരി ഒന്ന് പിന്നോക്കാണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? ഒക്കെ ഒന്ന് ഉള്ളിൽ ഒതുക്കും. സങ്കടമായാലും സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രത്യേക ഒരു പോയിന്റിൽ എത്തുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഫാമിലി ലൈഫിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് അല്ലെ. അതേവരെ പോയ ഒരു സിറ്റുവേഷൻസിലൂടെ എല്ലാം വീണ്ടും ഒരു ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ പല റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ ഇത്തരത്തില് നമ്മൾ നമ്മളുടെ സമയം മാറ്റി വെക്കാതെ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്താണ്, നമ്മള് അതിന് ഒരു മാറ്റങ്ങൾ വരുത്താതെ നിൽക്കുമ്പോൾ ഒരു ബേൺ ഔട്ട് അവിടെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ എനിക്ക് തന്നെ അറിയാം, ഞാൻ തന്നെ എന്റെ പല കാര്യങ്ങളും ഞാൻ മാറ്റിവെച്ച് നിൽക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാം എന്റെ ഉള്ളിൽ ഈ ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എനിക്ക് മുന്നേ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, അമിതമായിട്ട് ഭയങ്കര ദേഷ്യപ്പെടും. ചെറിയ കാര്യങ്ങൾക്ക് പോലും അത് എന്റെ ഉള്ളിൽ ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. ആ കാര്യത്തിന് ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ എന്റെ സങ്കടത്തിന് അത് ദേഷ്യമായിട്ട് പുറത്തേക്ക് വരാറാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ സന്തോഷമായാലും സങ്കടമായാലും ചെറിയ ചെറിയ കാര്യങ്ങളെ മാറ്റി വെക്കാതെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നമ്മൾ ആ ചെറിയ കാര്യങ്ങളെ സന്തോഷം കണ്ടെത്തി നമ്മൾ നമ്മുടെ പുതിയ കാര്യങ്ങളിലേക്ക് അതൊരു വഴിയാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി കുട്ടികളിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക? എന്തായിരിക്കാം? നമുക്കറിയാം കുട്ടികൾ ഒരു സ്വതന്ത്രരാണല്ലേ. അവർ അവരെന്താ ചെയ്യുന്നത്? പാസ്റ്റിലാണോ ജീവിക്കുന്നത്, അതല്ലെങ്കിൽ ഫ്യൂച്ചറിലാണോ ജീവിക്കുന്നത്? യെസ്, അല്ല അല്ലെ, അറ്റ് പ്രസന്റ് ആണ് അല്ലെ. പ്രസന്റിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് എന്നിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അടുത്ത കാര്യം എന്താകുമെന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നു എന്നോ ഒന്നും അവർക്ക് അവിടെ ഒരു വിഷയമേ ഇല്ല. അവരത് ചെയ്യുന്നുമില്ല. അവര് ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിലാണ് അവരെന്ത് ചെയ്യുന്നത്? സന്തോഷം കണ്ടെത്തുന്നത്. ഇനി അവര് ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാറുണ്ടോ? ഇല്ല അല്ലെ. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാറില്ല. യെസ്, നമ്മളും അതേപോലെ ആവുക എന്നുള്ളതാണ്. ചോദ്യം ചോദിക്കേണ്ടിടത്ത് നമ്മൾ ചോദ്യം ചോദിക്കാൻ തന്നെ മടി കൂടാതെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇനിയെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. വേറെ രസകരമായിട്ടുള്ള അവരിൽ നിന്നും പഠിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, വീണാൽ അവര് വീണ്ടും എന്ത് ചെയ്യും? എഴുന്നേൽക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? വീണാൽ വീണാൽ തന്നെ കിടക്കും അല്ലെ. ആരെങ്കിലും വന്ന് എഴുന്നേൽപ്പിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ തന്നെ കിടക്കും. പക്ഷെ ഈ മക്കൾ അങ്ങനെയാണോ? നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, എത്ര പഠിച്ചാലും അല്ല, എത്ര വീണാലും അവള് പഠിക്കൂല അല്ലെ. അവൾക്ക് എത്തരത്തിലുള്ള അനുഭവങ്ങൾ കുഞ്ഞു കുട്ടിയാകുമ്പോഴേ നമ്മൾ പറയുന്നതാണ്. അവളൊന്ന് മുട്ടിലഴഞ്ഞിങ്ങനെ പോവാണ്, പെട്ടെന്നൊന്ന് കാല് തട്ടി, അപ്പൊ നമ്മൾ പറയണം, അയ്യോ ഇനി മുട്ടിലഴയണ്ട, ഇനി അങ്ങനെ ചെയ്യണ്ട കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് കയറാം, ഒന്ന് എണീറ്റ് നടന്നിങ്ങനെ പോവാണ്, പെട്ടെന്നൊന്ന് ബാലൻസ് കിട്ടാതെ ഒന്ന് മെല്ലെ വീണു പോയി. അപ്പൊ നമ്മൾ പറയാണ് എന്താ, ഇനി അത് ചെയ്യണ്ട കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് സ്റ്റെപ്പ് കയറാൻ പഠിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ സപ്പോർട്ടൊന്നും കൊടുക്കാതെ നമ്മൾ എല്ലാത്തിനും ഇനി അത് ചെയ്യണ്ട കേട്ടോ, ഒന്ന് വീഴാൻ കാത്തിക്കാണ്, ഇനി അത് ചെയ്യണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ കണ്ടുപിടിക്കാൻ. കാരണം അവർക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാകാറുണ്ട്. കുഞ്ഞു കുട്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും വീഴ്ചയും എല്ലാം ഉണ്ടാകും. അപ്പൊ അതിൽ നിന്ന് അവർക്ക് വേദനയും ഉണ്ട്, മുറിവും പറ്റിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. നമ്മള് ചീത്ത പറയാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ അവര് അതിനെ വകവെക്കാറുണ്ടോ? ഇല്ല. അവര് വീണ്ടും അതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയില്ലേ ആ ഒരു കുഞ്ഞു കുട്ടി നടക്കാൻ പഠിച്ചത് അല്ലെ. വീണാണ് ആ കുഞ്ഞു കുട്ടി നടക്കാൻ പഠിച്ചിട്ടുള്ളത്. സോ വീണാലും വീണ്ടും തന്നെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി അതോടൊപ്പം തന്നെ കൗതുകം നിലനിർത്താറുണ്ട് അല്ലെ. ആ കുഞ്ഞു കുട്ടിക്ക് എപ്പോഴും ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
അല്ലെ? അത് എന്താണ്, ഇതെന്താണ്, അത് എങ്ങനെയാണ് വന്നത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് അമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരുടെ അടുത്തേക്കും ആ കുഞ്ഞു മക്കള് വരാറുണ്ടല്ലേ. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനൊക്കെ ഉത്തരം കൊടുക്കാറുണ്ടോ? ഇല്ല. നമ്മൾ പലപ്പോഴും അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ് എന്ന് ഒരു 2 പ്രാവശ്യം ആ മോളോ മോനെ നമ്മളോട് ചോദിക്കുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം നമ്മളുടെ അടുത്തുനിന്ന് വരുന്ന ഒരു കാര്യമാണ് അങ്ങനെ തന്നെയാണ് എന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും വീണ്ടും വീണ്ടും ആ, പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും മനസ്സിലാക്കാനും നമ്മൾ ഒരു കുഞ്ഞു കുട്ടി ചെയ്യുന്ന പോലെ ഒരു കൗതുകം നിലനിർത്തുക എന്നുള്ളത്. ഓക്കെ. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ ഒരു കാര്യം, മക്കള് തമ്മില് കശപിശ അടിപിടി കൂടുന്ന സമയത്ത് നമ്മളെ അമ്മമാര് അല്ലെങ്കിൽ അച്ഛന്മാര് പറയാറുണ്ട്, ഇനി അവന്റെ അടുത്തേക്ക് പോകണ്ട കേട്ടോ, അവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, അതുകൊണ്ട് ഇനി അവളുടെ അടുത്തേക്ക് പോകണ്ട കേട്ടോ, നിങ്ങൾ തമ്മിൽ ഇനി കളിയൊക്കെ ഒന്ന് നിർത്തിയേക്കും. പക്ഷേ നമ്മൾ അത് പറഞ്ഞ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവര് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടാകും, അവര് വീണ്ടും അവരുടെ കളിയിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെ. അപ്പോ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വേഗത്തില് ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അല്ലെ. അവരുടെ അവിടെ കഴിഞ്ഞു, അവര് തമ്മിൽ തന്നെ പറഞ്ഞു തീർത്ത് കോംപ്രമൈസ് ചെയ്തു. പക്ഷെ നമ്മൾ വലിയവർ എന്ത് ചെയ്യുക, അത് കോംപ്രമൈസ് ചെയ്യാതെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് ഊതി വീർപ്പിച്ച് എന്ത് ചെയ്യാണ്, വലിയൊരു എന്തോ ഒരു കാര്യമാക്കിയിട്ട് വിൽക്കുകയാണ് അല്ലെ. അവിടെ ദേഷ്യവും വിദ്വേഷവും ഒക്കെ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ കുത്തി നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് കുട്ടികളിൽ നിന്നും പഠിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, ഇത്തരത്തിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചാൽ മതി അല്ലെ. ഇനി നമുക്ക് പലതരത്തിലുള്ള കുട്ടിക്കാല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അതിൽ നിന്നൊക്കെ ഇന്നത്തെ നമ്മൾ എത്രത്തോളം വ്യത്യസ്തമാണെന്ന് നോക്കിയാൽ, ഓക്കെ, നമ്മളുടെ കുട്ടിക്കാലത്തെ നമുക്ക് കേൾക്കപ്പെടാതെ കേൾക്കപ്പെടാതെ പോയാൽ എന്തായിരിക്കും നമ്മളുടെ ഇന്നത്തെ നമ്മൾ എങ്ങനെയായിരിക്കാം? കേൾക്കപ്പെടാതെ പോയാൽ ഇന്നത്തെ നമ്മൾ എങ്ങനെയായിരിക്കാം? സ്വന്തം അഭിപ്രായങ്ങളൊന്നും ഇല്ലാതെ ഞാൻ അത്ര പോരാ എന്നുള്ളൊരു തോന്നലായിരിക്കാം അല്ലെ. ഫസ്റ്റ് ഞാൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കാം. ഇനി നമ്മൾ അധികം വിമർശിക്കപ്പെട്ടാലോ, എപ്പോഴും പോരാ പോരാ, എന്ത് കാര്യങ്ങളാണെങ്കിലും പറയാൻ മടിക്കും അല്ലെ, ഉണ്ടാകാറില്ലേ? യെസ്. ഇനി ഈ സ്നേഹവും പിന്തുണയും ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിലോ, ആ ചെറുപ്പകാലത്ത് തന്നെ കിട്ടി വളരുകയാണെങ്കിലോ, അത് ഇന്നും നമ്മളെ ഉയർത്തി പിടിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മള് കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ എടുക്കുന്നവർക്ക് അറിയാം, സൈക്കോളജിസ്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ അടുത്തേക്ക് ഒരു ക്ലയന്റ് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു ക്ലയന്റുമായിട്ട് സംസാരിക്കുന്നു. അറ്റ് പ്രസന്റിലെ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ആൾക്ക്, ആ പെൺകുട്ടിക്ക് നേരിട്ട പ്രയാസം എന്താണെന്ന് ചോദിക്കുക അല്ലെ. റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ, അവർ കുറെ കാര്യങ്ങൾ നമ്മളോട് പറയും. അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കുന്ന കാര്യം എന്തുണ്ട്, റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടതെന്ന് ചോദിക്കും ഇല്ലേ. അപ്പൊ അവര് റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്, എന്താണിത്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മുന്നേ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ, അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതെന്തുകൊണ്ടാ ചോദിക്കുന്നത് വെച്ചാല്, നമ്മളുടെ ഇന്നർ ചൈൽഡ്, നമ്മളെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏതോ ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് ഇപ്പോഴുള്ള ആ ഒരു പ്രയാസം മുന്നേ എപ്പോഴോ നേരിട്ടിട്ടുണ്ട്. അത് ചിലപ്പോ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടതാകാം, അതുമല്ലെങ്കിൽ കൂടുതൽ വിമർശിക്കപ്പെട്ടതാകാം, അതുമല്ലെങ്കിൽ സ്നേഹവും പിന്തുണയും ഒക്കെ ലഭിക്കാതെ പോയതുമാകാം. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മളുടെ ഈ ഒരു ഫാമിലിയിലേക്ക് അതല്ലെങ്കിൽ നമ്മൾ വലുതായി വരുമ്പോൾ നമ്മളെ വീണ്ടും അത് ഹോണ്ട് ചെയ്ത് വരുന്നു. സോ നമ്മള് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഇന്നർ ചൈൽഡ്, നമ്മളുടെ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായ ഓരോ അനുഭവങ്ങളും, അത് സന്തോഷമായാലും സങ്കടമായാലും, കൂടുതലും ഞാൻ പറയുന്നത് നമ്മളുടെ സങ്കടമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമ്മള് അതൊന്ന് ശരിയാക്കാതെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കുന്നു എന്നുള്ളതാണ്.
സോ നമുക്ക് അവിടെ ഇപ്പൊ എനിക്ക് ഇന്നത്തെ നമ്മളുടെ മെഡിറ്റേഷനിൽ പറയുന്നുണ്ട്, കണ്ണടച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടാന്. അപ്പൊ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആ കണ്ണടച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്? നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരാൾക്ക് എന്ത് കിട്ടുകയാണ്? ഒരു പാമ്പറിങ് കിട്ടുകയാണ്. ഓക്കെ, ആ പാമ്പറിങ് കിട്ടുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിക്ക് പാമ്പറിങ് കിട്ടുക. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് എന്താ, നമ്മൾക്ക് കൂടുതൽ സന്തോഷം, നമ്മൾ കൂടുതൽ ഫ്രീ ആവുക. നമ്മളുടെ ഉള്ളിലുള്ള പല പ്രയാസങ്ങളും നമ്മൾ ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾ ശരിയാക്കിയിട്ട് അല്ലെങ്കിൽ സ്വായത്തമാക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആ കുട്ടിക്ക് എന്ത് വരികയാണ്? സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ ഈ മെഡിറ്റേഷനിലൂടെ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ ഒരു കുട്ടിയെയാണോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള നിങ്ങളെയാണോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ എനിക്ക് പറഞ്ഞു തരണേ. ഓക്കെ, ഇനി നമ്മളെല്ലാവരും വലിയവരായി മാറി അല്ലേ? നമ്മൾക്ക് അവനെ അല്ലെങ്കിൽ അവളെ കേൾക്കാൻ ശ്രമിക്കാം, അംഗീകരിക്കാൻ പഠിക്കാം, വളരെ സഹായിക്കാം. ഓക്കെ, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിക്ക് കൂടുതൽ പരിചരണം കൊടുക്കുന്ന സമയത്ത് നമ്മള് ആ ഒരു കുട്ടിയെ നമ്മളുടെ വളർച്ചയിലൂടെ നമ്മൾ കൈപിടിച്ച് നടത്താൻ സഹായിക്കണം. ഓക്കെ, ഇനി എനിക്ക് ഈ ഒരു ടോപ്പിക് ഞാൻ എടുക്കാൻ ഏറ്റവും കാരണം എന്താണെന്ന് അറിയാം. നമ്മുടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല പ്രയാസങ്ങളും നമുക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ആ ആളിന് ആ ഒരു കുട്ടിക്ക് പ്രയാസങ്ങൾ നേരിട്ടു എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും നമ്മളുടെ ഇപ്പോഴുള്ള പ്രയാസത്തിന് നമ്മള് എന്താ പറയാ, ഒരു സൊല്യൂഷൻ കണ്ടെത്താതെ നമ്മളുടെ ഉള്ളിലുള്ള ആ ആളിനെ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ സാധിച്ചാൽ അത് ആണ് നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫിനെ എന്താണ് ഒരു വിജയത്തിലേക്ക്, ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളത്. സോ സൈക്കോളജിയിൽ പറയാറുണ്ട്, പ്രൊഫഷണൽസ് പറഞ്ഞിട്ടുണ്ട്, എറിക് എറിക്സൺ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഡെവലപ്മെന്റൽ സ്റ്റേജസുകളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം 8 സ്റ്റേജിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ 8 സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച മുതൽ നമ്മളുടെ മരണം വരെയുള്ള ആ ഒരു സ്റ്റേജാണ്. അപ്പം ജനിച്ച മുതൽ ഒരു മാസം വരെ നമ്മൾ എങ്ങനെയായിരിക്കണം, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കേണ്ടത്, അതോടൊപ്പം തന്നെ 1 മുതൽ 3 വയസ്സ് വരെ ആ കുട്ടിയിലെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം, അത് നടക്കാതിരുന്നാൽ, അതല്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ കിട്ടാതിരുന്നാല് അത് എങ്ങനെയാണ് ആ വളരുമ്പോൾ ആ കുട്ടിയുടെ പ്രതിഫലിക്കുക. അങ്ങനെ 3 വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ, അങ്ങനെ 8 സ്റ്റേജുകളായിട്ടാണ് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓരോ സ്റ്റേജും പറഞ്ഞു വരുന്നത്, ഈ ഓരോ സ്റ്റേജിലും നമ്മൾക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ അവിടെ കിട്ടാതെ പോയാല് അത് നമ്മളുടെ ആഫ്റ്റർ ലൈഫിനെ നന്നായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ജോൺ ബ്രാഡ്ഷോ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്യപ്പെടാതെ വരുമ്പോൾ അത് ആ ഒരു മുറിവ് നമ്മളുടെ അഡൽട്ട്ഹുഡില് നമ്മൾ നന്നായിട്ട് അപ്പോഴുള്ള മുറിവിനേക്കാൾ വീണ്ടും അത് വ്രണപ്പെടുന്നു എന്നുള്ളത്. സോ നമ്മളുടെ ഇന്നർ ചൈൽഡിനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, ഹീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, കാൾ റോഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഒരു മനുഷ്യൻ സ്വീകരിക്കപ്പെടുമ്പോഴാണ് അയാള് വളരാൻ തുടങ്ങുന്നത് എന്ന്. സത്യമല്ലേ അത്? അല്ലെ? ഒരാളെ പെടുമ്പോഴാണ് നമ്മൾ വളരുന്നത് എന്ന് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതാണ്. അതുകൊണ്ടായിരിക്കാം എനിക്കത് കൂടുതലായിട്ട് ഹോണ്ട് ചെയ്തത്. സോ ഇതെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴുള്ള നമ്മളെയും നമ്മളുടെ കുട്ടിക്കാലത്തെ നമ്മളെയും ഒന്ന് കമ്പയർ ചെയ്ത് അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, ഹീല് ചെയ്യപ്പെടാത്തതുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, നമ്മൾ ഹീല് ചെയ്യിപ്പിക്കുക.
നമ്മൾക്ക് എന്തായാലും നമുക്ക് കുട്ടിയായിട്ട് മാറാൻ പറ്റില്ല അല്ലെ? ആ മോള് പറഞ്ഞ പോലെ അച്ഛന് ഒരു പുഞ്ചിരി മാത്രമേ കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മൾക്കും ആ ഒരു പുഞ്ചിരി തന്നെ കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിക്ക് വേണ്ടുന്ന സ്നേഹവും കരുതലും സ്വയം സന്തോഷം കണ്ടെത്താനും ഒക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമാണ് അവിടെ ആ ഒരു മാറ്റങ്ങൾ നമ്മൾക്ക് നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള ലൈഫിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു അല്ലെ? സോ ഈ പ്രായമാകുന്ന ഈ യാത്രയിൽ എപ്പോഴോ ആണ് നമ്മൾ കൗതുകത്തിന് പകരം ആശങ്കകൾക്കും ആനന്ദത്തിന് പകരം ലക്ഷ്യങ്ങൾക്ക് മാത്രമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് അല്ലെ? സോ ഈ രാവിലെ ഞാൻ നിങ്ങളെ ഏവരെയും ആ ഒരു കുട്ടിത്തത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ എന്റെ ഭാഗത്ത് നിന്ന് വരുത്താനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കപ്പെടുന്നതാണ്. നിങ്ങളേവരെയും ഞാൻ ഈ ഒരു ഫീഡ്ബാക്ക് സെഷനിലേക്ക് വളരെ സ്നേഹത്തോടെ എന്താണ് സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇന്ന് ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ചെറിയ ഒരു 10-20 മിനിറ്റിലോ അരമണിക്കൂറിലോ ഒതുക്കാവുന്ന ഒരു കാര്യമല്ല. എങ്കിൽ കൂടി എനിക്ക് തോന്നി, എനിക്ക് കുറച്ച് അനുഭവ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് തന്നെ തോന്നി ഈ ഒരു ടോപ്പിക് നമ്മൾക്ക് ഈ പുതിയൊരു പിൻപുള്ള മോർണിംഗ് സർക്കിളിൽ കൊടുത്താലോ എന്നുള്ളത്. സോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു സെഷനിലുള്ള ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള ഒരു കാരണം. അത് നിങ്ങൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകും, ചെറിയ രീതിയിലെങ്കിലും ഒരു പോയിന്റ് എങ്കിലും നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾക്ക് ഞാൻ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഇന്ദിര. ഗുഡ് മോർണിംഗ് മാം. എല്ലാവരെയും കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ചെറുപ്പത്തിലായിരുന്ന സമയത്ത്, ആ കുട്ടിയായിരുന്ന സമയത്ത് അനുഭവിച്ച ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത്, അത് സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം, അത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത് ഒരു ഇൻഫ്ലുവൻസ് ആണ്. നമ്മളത് പിന്നെ കുട്ടിയെ നഴ്ചർ ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരെയും ഒന്ന് ഓർപ്പിച്ചു. എൻജോയിങ് ദ ലിറ്റിൽ ജോയ്സ് ഓഫ് ലൈഫ്. അതുപോലെ നമ്മളോട് തന്നെ ലിവിങ് ഇൻ ദ പ്രസന്റ് മോമെന്റ്, പാസ്റ്റിലും ഫ്യൂച്ചറിലേക്കൊക്കെ അല്ലാതെ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കണമെന്നുള്ളതും, പിന്നെ നമ്മളോട് തന്നെ കമ്പാഷൻ ഉണ്ടായിരിക്കണം, ഫോർഗിവ് ആൻഡ് ലെറ്റ് ഗോ. കുട്ടികൾ എന്ത് നിഷ്കളങ്കരല്ലേ, ശരിക്കും നമ്മൾ എപ്പോഴും കാണും, സോ ഇന്നസെന്റ്, ഭയങ്കര ഇന്നസെൻസ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരിക്കലും ആ ഒരു ലെവലിലേക്ക്, നമ്മൾ അഡൽട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല. എങ്കിൽ പോലും നമുക്ക് മാക്സിമം നമ്മളിലുള്ള കുട്ടിയെ, അന്ന് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ വേദനകളോ ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളതിനെയൊക്കെ ഹീൽ ചെയ്യുന്നത് ആവശ്യമാണെന്നുള്ളത്, അതിൽ പിടിച്ചു നിൽക്കാതെ, അല്ലെ ഇനി അന്ന് അങ്ങനെ പറ്റിയോണ്ടാണ് എനിക്കിങ്ങനെ എന്നുള്ള ഒരു ചിന്തയിലേക്കൊന്നും പോകാതെ, അന്ന് അങ്ങനെ സംഭവിച്ചു, ഓക്കെ, എന്ത് ചെയ്യാനൊക്കും, അതങ്ങനെ സംഭവിച്ചു, ലെറ്റ് ഗോ ഓഫ് ദാറ്റ്, മൂവ് ഓൺ. അപ്പൊ അങ്ങനെ ആ കുട്ടിയെ സമാധാനിപ്പിച്ച്, സാരമില്ല, അതന്ന് അങ്ങനെ പറ്റിപ്പോയി, അത് കുഴപ്പമില്ല, ആ കുട്ടിയെ ചേർത്ത് പിടിക്കുക. കുട്ടിയെ ചേർത്ത് പിടിച്ച് നമ്മൾ ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറെ കൂടെ നമുക്ക് ആശ്വാസത്തോടു കൂടി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് തന്നത്. സോ ആ ഇന്നർ ചൈൽഡിനെ നഴ്ചർ ചെയ്യുന്നതും ഹീൽ ചെയ്യുന്നതും ഇപ്പോഴത്തെ ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്, തിരക്ക് പിടിച്ച് എല്ലാവരും ഓട്ടമാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, സാഹചര്യം അങ്ങനെയാണ്, തിരക്ക് പിടിച്ച് ജീവിച്ചാലേ പറ്റൂ. അതിനിടയിലും നമ്മളിലുള്ള കുഞ്ഞിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, അന്ന് നമ്മളെ എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും അത് ഓർക്കുകയും സന്തോഷിക്കുകയും, അതുപോലെ ആ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കാനായിട്ട്, ഒരു മാർഗമാകാനായിട്ട് നമ്മളും ശ്രമിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഓർപ്പിച്ചത്. സോ താങ്ക് യു വെരി മച്ച്. നല്ല രീതിയിൽ കാമായിട്ട് തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ വന്നപ്പോഴല്ലേ യു ആർ നോട്ട് ഫീലിംഗ് വെൽ, എന്തോ ഒരു അസുഖം, കോൾഡോ എന്തോ ആയിട്ട് യു ആർ നോട്ട് ഏബിൾ ടു, അല്ലേ? അതെ അതെ.
അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ബട്ട് നൗ ഗുഡ് ടു സീ യു. അന്ന് പനിക്കൊക്കെ അതെ, ആയിരുന്നു. അതാണ്. സോ ഗുഡ് ടു സീ യു സ്മൈലിംഗ് ആൻഡ് ഹാപ്പി ആൻഡ് ഹെൽത്തി ആൻഡ് കാംലി ടുക്ക് ദ സെഷൻ. സോ താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു നന്നായിരുന്നു. മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് സാർ. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഞങ്ങൾ ഓൾറെഡി കുട്ടിയായത് കൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. എനിവേ ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികളായിട്ട് ഒരുപാട് കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന ആളാണ്. വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അവരായിട്ട് ഒളിച്ച് കളിക്കുക, അവരായിട്ടുള്ള കുറെ കളികളുണ്ട്. അതെല്ലാം ഞാനും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അവരുടെ കളികളിലേക്ക്. ഞാൻ കുട്ടികളായിട്ട് വെച്ചിട്ട് ഒരു സൺഡേ ഞാനൊരു മീറ്റിംഗ് പോലെ നടത്തി. ഇപ്പൊ അവർക്കൊരു പ്രസംഗ പരിശീലനം എല്ലാം കൂടെ ഒക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് സഡൻ ആയിട്ട് ഞാൻ ഒരാളുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളെ രണ്ടുപേരില്, അതായത് അച്ഛനമ്മ, ഞങ്ങളെ രണ്ടുപേരിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ അവളുടെ ചേച്ചി എല്ലാവരെയും ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരെ പറ്റിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ വന്നത്. എല്ലാവരെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയാം, നല്ലതും പറയാം ചീത്ത പറയാം, നിങ്ങൾക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്താണെങ്കിലും പറയാം. ഒരു പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൊടുക്കാതെ സഡൻ ആ മീറ്റിംഗ് ആണ് നടത്തിയത്. അപ്പൊ അതിൽ അവര് പറഞ്ഞത്, അച്ഛൻ കളിക്കുന്ന പോലെ അമ്മ കളിക്കാൻ വരാറില്ല കുട്ടികളെ ഹിറ്റ്. അപ്പൊ ഒരു പോയിന്റ് ആണത്. എന്നുവെച്ചാൽ അവരേക്ക് നമ്മ ആകെ ഒരു ദിവസം ചെല്ലണുള്ളൂ, അവരത്രയും കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. വൈഫ് അങ്ങനെയല്ല, അവരായിട്ട് ഇവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ വൈഫ് അതിന് മറുപടി പറഞ്ഞതൊക്കെ ഇങ്ങനെയാണ്. ഇവര് കൂട്ടുകാരായിട്ട് കളിക്കുന്നു, എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകാൻ നേരത്താണ് വരക്കാനുള്ള കാര്യങ്ങൾ പറയണത്, ഹോംവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്നത്. ആ സമയത്ത് അവള് കിച്ചണില് ഓരോ കാര്യങ്ങള് ചെയ്യണ സമയത്താണ് ഇത് വന്നിട്ട് പറയും. ഇവരോടുണ്ടാകുന്ന ആ ഒരു ദേഷ്യം ആ സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. ഇവർക്ക് അതൊന്നും ബാധകേ അല്ല. അവള് ഹോംവർക്ക് ചെയ്യാനുള്ളത് അവള് ഇരുത്തി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വരക്കാനുള്ളതൊക്കെ വൈഫ് തന്നെ വരക്കണത് ഇപ്പൊ ഇരുന്നിട്ട്. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ. എന്താണ് കുട്ടികൾ എന്ന് പറഞ്ഞാല് വേറെ ലെവൽ തന്നെ. അവര് കറക്റ്റ് പ്രസന്റ് മൂവ്മെന്റിൽ തന്നെ ജയിക്കുന്നതാണ്. നമ്മളുടെ ഉള്ളിലുണ്ട് ഈ പറഞ്ഞത്, എല്ലാവരുടെ ഉള്ളിലാണ്. നമ്മ ആക്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ലൈഫ് ഫുൾ ഓഫ് ആക്ടിങ് ആണെന്ന്. ഓരോരുത്തരടുത്തും നമ്മൾ ഇപ്പോഴും വീട് ഇരുന്നിട്ടായാലും നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കല്ലേ. ഇപ്പൊ ഇന്ദിര മാമിനെ പിന്നെ പറയാൻ പറ്റൂല. മാം എടുക്കുന്ന സെഷൻ എല്ലാം ഇതുപോലെ ഒരു കാമൻ ക്വയറ്റ് ആയിട്ട് തന്നെയാണ്, നല്ലൊരു ഫ്രീ ഇതിലിരുന്നിട്ടാണ് എടുക്കുന്നത്. നല്ലൊരു ആസ്വദിച്ചിരിക്കാൻ പറ്റിയൊരു സ്റ്റൈലാണ്. എനിവേ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. മാം, ഈ ക്ലാസ് കേട്ട് കഴിയുന്നത് വരെ ഞാൻ മുറ്റത്തുകൂടി 5 വയസ്സായ കുട്ടിയായിട്ട് പാദസരം കിലുക്കിക്കൊണ്ട് ഓടി നടക്കുമായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ മുറിയിലേക്ക് കയറിയത്. അത്രയും നേരം മുറ്റത്തായിരുന്നു. ഞാൻ ആ കുട്ടിത്തത്തിലേക്ക് മൊത്തമായിട്ടും പോയി. പോയിരുന്ന് കാപ്പിപ്പൂ പറക്കി മാല കെട്ടി അത് കൊണ്ടുവന്ന് ഇങ്ങനെ അമ്മയെ കാണിച്ച് ആ സന്തോഷവും അതും എല്ലാം അതിലേ കൂടെ എല്ലാം ഞാൻ പോയി. എനിക്ക് ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഇന്ദിര മാം. ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു സെഷൻ. ഞാന് ഇതിന്റെ ഹെഡിങ് കേട്ടപ്പോഴ് ഞാന് ഇത് ഇങ്ങനൊരു സംഗതി അല്ല എൻ്റെ ഓർമ്മയിൽ വന്നത്. ഒരുപക്ഷെ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ടാവാം. നല്ല സെഷൻ. ശരിയാണ്. പിന്നെ പറഞ്ഞപ്പോഴ് കാരണം കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കാത്തത് ആരുമില്ല. കുട്ടിക്കാലത്തെ സന്തോഷങ്ങളും വിഷമങ്ങളും എല്ലാം സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. അതിനകത്ത് ശരിയാണ്, അത്രയും നിഷ്കളങ്കമായിട്ട് നമുക്ക് പെരുമാറാനോ നമുക്ക് ജീവിക്കാനോ കഴിയുന്നില്ലെന്നുള്ളതൊരു സത്യം തന്നെയാണ്.
പക്ഷെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ നല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചെറിയ പ്രായത്തില് കുട്ടികൾ തമ്മിൽ തല്ലുണ്ടാക്കുക. ആ പണ്ട് ഏതൊരു ക്ലാസ്സില് 3-4 ക്ലാസ്സിലെ കൊണ്ട് പഠിച്ചൊരു പാഠമുണ്ട്. അത് അയൽ വീട്ടിൽ അയൽക്കൂട്ടത്തിലെ കുട്ടികൾ, വീട്ടിലുള്ള രണ്ട് കുട്ടികൾ തമ്മിൽ വഴക്കുണ്ട എന്താ തന്നെ വസ്ത്രത്തിൽ ചെളി തെറിപ്പിക്കുകയോ അങ്ങനെ എന്തോ ഒരു, അപ്പം തമ്മി തല്ലായി. അത് വലിയവർ ഏറ്റുപിടിച്ചു, വലിയവർ തമ്മിൽ വഴക്കായി. എന്നാൽ ഈ വലിയവർ തമ്മിൽ വഴക്കായി ആ വഴക്ക് മൂർച്ഛിച്ച് വരുമ്പോൾ അവർ കാണുന്നത് ആ കുട്ടികൾ തമ്മിൽ വീണ്ടും കളിക്കുകയാണ്. അത് ഏതൊരു ക്ലാസ്സിൽ പഠിച്ചൊരു പാഠമാണ്. അത് ശരിക്കും അതാണ് ആ നിഷ്കളങ്കത. നമുക്ക് പിണക്കങ്ങള് ഒക്കെ ഇങ്ങനെ അവരുടെ കൂട്ട് പെട്ടെന്ന് ആ പിണക്കം മാറ്റി അല്ലെങ്കിൽ അത് മറന്നിട്ട് പെരുമാറാനൊന്നും നമുക്ക് വലുതാവുമ്പോൾ കഴിയുന്നില്ല. ശരിക്കും അവരെ കണ്ടുപഠിക്കേണ്ട ഒരു പാഠമാണ് ഇത്. ഈ വിരോധങ്ങളൊക്കെ മനസ്സിൽ വെച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും ക്ഷണികമായ ജീവിതത്തില് എന്തിനാണ് ഈ ഇന്നിപ്പം ഇത് പറഞ്ഞപ്പോഴ് ഒരു തോന്നൽ മനസ്സിലുണ്ടായി. ശരിക്കും ഒരു നല്ല ഓർമ്മപ്പെടുത്തല്. ശരിയാണ്, അവരെ കണ്ടുപഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ദി ഈ നല്ലൊരു സെഷൻ. ഞാൻ പ്രതീക്ഷിച്ചത് മറ്റെന്തോ ആണ്, പക്ഷെ പ്രതീക്ഷിക്കാത്തൊരു ഓർമ്മപ്പെടുത്തൽ ആണ് ഇത്. നല്ല ഒരു സെഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറിന്റെ പ്രതീക്ഷകളെ ഞാനൊന്ന് തെറ്റിച്ചു അല്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു അല്ലേ? ഇനി ആരും പറയുന്നില്ലല്ലോ. നമ്മുടെ അറിയിക്കാല്ലേ? നമ്മുടെ ഹോസ്റ്റ് ഇവിടെ പോയി. ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് കണക്കൂല്ല. അത് കുട്ടിക്കാലത്ത് എത്തി, ഇങ്ങോട്ട് തിരിച്ചെത്തില്ല തോന്നുന്നു. അതാ, കുട്ടിക്കാലത്ത് തന്നെ നിൽക്കുകയാണ് അല്ലേ? രാവിലെ കുട്ടികളുടെ പുറകെ ഓടുമായിരിക്കും. അതെ, തിരക്കിലാണ്. അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഓർക്കായിരുന്നു. ശരിക്കും ഞാൻ ഈ ഒരു ടീച്ചിങ് ഫീൽഡൊക്കെ എൻജോയ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ കൂടുന്ന കാരണം കൊണ്ട് മാത്രമാണ്. നമ്മൾ കുറേ ശരിക്കും നമ്മുടെ കുറേ ടെൻഷനുകൾ മറക്കും. ഈ ഒരു കുട്ടികളൊക്കെ ഞാനും ഇതുപോലെ തന്നെയാണ്. എപ്പോഴും ഏതെങ്കിലും കുട്ടികൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിശേഷം ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ അവരെ സംസാരം കേൾക്കുമ്പോ നമ്മൾ അവരുടെ ആ ഒരു ഇതിലേക്ക് പോണ പോലെ തോന്നും. ഓരോ അവര് നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോൾ അവരുടെ ആൻസറുകളും ഓരോ കാര്യങ്ങളും പിന്നെ അവരുടെ ഓരോ ക്യൂരിയോസിറ്റിയും ഒക്കെ കേൾക്കുമ്പോൾ ഞാനത് ശരിക്കും എൻജോയ് ചെയ്യുന്ന ആളാണ്. എന്തായാലും നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. കുട്ടികളുടെ താങ്ക് അടുത്ത് യു വി സർ. ഹാവ് ടു കം ഡൗൺ ടു ദെയർ ലെവൽ. അതാണ് നമ്മൾ ചെയ്യാത്തത്. നമ്മൾ ബലംപിടുത്തമാണ്. അഡൽട്സ് ആയി കഴിയുമ്പോൾ പിന്നെ ഒരു അഡൽട്ട് എന്നുള്ള ഒരു ചിന്തയിൽ ആ ഒരു ബലംപിടുത്തത്തിലാണ് നമ്മൾ ഏത് കാര്യവും കാണുകയും അപ്രോച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. കുട്ടികളുടെ അവരുടെ ഒരു ചിന്താഗതിയിലോട്ട് എത്താനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ കുട്ടികളുമായിട്ട് ഇടപഴകുന്നത് ഒത്തിരി നല്ലതാണ്, നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ. അപ്പൊ അൻസാർ സാർ പറഞ്ഞത് കുട്ടികളുടെ കൂടെ കൂടുതൽ കളിക്കുക ഇടപഴകുകയോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും മനോഹരമായ കാര്യമാണ്. കം ഡൗൺ ടു ദെയർ ലെവൽ ആൻഡ് പ്ലേ വിത്ത് ദം ആൻഡ് ടോക്ക് ടു ദം ആൻഡ് അവരും അത് ഒത്തിരി എൻജോയ് ചെയ്യും തീർച്ചയായിട്ടും. സോ അങ്ങനെ എല്ലാവർക്കും അവരവരിലെ കുട്ടിയെ ഉണർത്താനും സന്തോഷിപ്പിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
അല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ചാറ്റ് ബോക്സിൽ മെഹബൂബ് സാർ കമന്റ് ചെയ്തിട്ടുള്ള സാർ ഇപ്പോഴാണ് ജോയിൻ ചെയ്തേക്കണത്. സാറിന് കുട്ടിയാവാൻ മിസ്സായെന്ന് തോന്നുന്നു. സാരമില്ല സാർ, നമുക്ക് അതിന്റെ ഒരു റെക്കോർഡ് സെറ്റ് ഉണ്ടല്ലേ ഉണ്ടാവും. ഞാൻ അതെ, വൈകി പോയിട്ടോ. എന്തായാലും ഒരു വലിയൊരു അവസരം മിസ്സായി തോന്നുന്നു. ഇതിന്റെ റെക്കോർഡ് വന്നു കഴിഞ്ഞാൽ കേൾക്കാം, അഭിപ്രായം അപ്പോൾ പറയാം. ഓക്കെ സാർ. ഓക്കെ. പ്രോഗ്രാമുകൾ ഡെയിലി നടക്കുന്നുണ്ടല്ലോ. മാക്സിമം കയറാൻ വേണ്ടിട്ട് നോക്കും. പിന്നെ മോർണിംഗിൽ വേറെ കുറെ ഷെഡ്യൂൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കയറി വരാൻ പറ്റുന്നില്ല. എന്നാലും ഇന്നൊന്ന് വേഗം എത്തിയിട്ട് ഒന്ന് തുറന്നു നോക്കിയതാ, അപ്പത്തേക്ക് വൈൻഡപ്പ് ആയി. എന്തായാലും ബാക്കി 17 പേര് ഭാഗ്യവാന്മാരാണല്ലോ, ഞാൻ മിസ്സായാലോ. മിസ്സാകാനായിട്ട് ചിന്തിക്കണ്ട. റെക്കോർഡ് അതെ. കേൾക്കുമ്പം അതേ ഫീല് തന്നെ യു വിൽ ഗെറ്റ് ഇറ്റ്. തീർച്ചയായിട്ടും. അതാ കാരണം ജീവിതത്തിലെ പ്രയോറിറ്റീസ് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഒരു കാര്യത്തിന് മാത്രം മുറുകെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. യു ഹാവ് ടു മേക്ക് ചോയ്സസ്. സോ അതാ. അപ്പൊ അതുകൊണ്ട് ഡോണ്ട് സീ ഇറ്റ് ആസ് എ ലോസ്. അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് റെക്കോർഡിംഗ് കാണുമ്പോഴും യു ഗോ ത്രൂ ദ സെയിം എക്സ്പീരിയൻസ്. സോ ദാറ്റ്സ് ഗുഡ്. റെക്കോർഡിംഗ് ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മളൊരു പൂർണ്ണമായ നഷ്ടമായിട്ട് വരുന്നത്. യെസ്. എനിവേ താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചെന്ന് തോന്നുന്നു. നല്ല സെഷൻ ആണെന്ന്. താങ്ക് യു സാർ. അതെ, ആരൊക്കെയോ അയച്ചിട്ടുണ്ട് അതിനകത്ത് മെസ്സേജ്, പലരും അതെ. അയച്ചിട്ടുണ്ട്. യെസ്. ഏതായാലും എല്ലാവർക്കും ഈ ഒരു സെഷൻ ഭംഗിയായെന്ന് എനിക്ക് ഞാൻ വിശ്വസിച്ച പോലെ എനിക്ക് സാധിക്കാൻ പറ്റി. നിങ്ങളിൽ ഒരു കുട്ടിയെ കണ്ടെത്താൻ പറ്റി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലപ്പോഴും നമ്മൾ ഓരോ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മളുമായിട്ട് റിലേറ്റഡ് ആയതോ അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്ത ആളുകളുമായിട്ട് റിലേറ്റഡ് ആയതോ അല്ലെങ്കിൽ നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചതോ ആയിട്ടായിരിക്കും അല്ലെ നമ്മൾ ഓരോ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത്. സോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നല്ലൊരു രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹത്തോടെയുള്ള വാക്കുകളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. എന്നിലുള്ള ആ കുട്ടിക്ക് നല്ലൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട്, പ്രശംസ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ഏവർക്കും അത്തരത്തിലുള്ള ഒരു സന്തോഷം ഇന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ഇപ്പം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കട്ടെ. നമ്മൾ നീങ്ങുക. സോ വിജയം കണ്ടെത്തുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. Thank you. Have a good day, everyone. ബൈ.